നാലാമത്തെ ബ്ലോക്കിലുള്ള രണ്ടാമത്തെ യൂണിറ്റ് ആയ എപ്പിത്തലാമിയൻ എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എന്താണ് ആക്ച്വലി എപ്പിത്തലാമിയൻ? എപ്പിത്തലാമിയൻ എന്ന് പറയുന്നത് ഒരു ഓഡാണ്. ആൻഡ് ദി ഓഡ് വാസ് റിട്ടൺ ബൈ എഡ്മണ്ട് സ്പെൻസർ. എപ്പിത്തലാമിയൻ എഴുതിയത് ആരാണ്? എഡ്മണ്ട് സ്പെൻസർ ആണ് ഇത് എഴുതിയത്. മനസ്സിലായല്ലോ? സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എപ്പിത്തലാമിയൻ എന്ന് പറഞ്ഞ നമുക്ക് തന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങളിൽ എന്താണ് നമുക്ക് നോക്കാനുള്ളത്, എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇത്തരത്തിലുള്ള ടോപ്പിക്, അതിന്റെ മേജർ തീംസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നേരെ തന്നെ നമ്മുടെ ഇതിൽ എപ്പിത്തലാമിയന്റെ അനാലിസിസിലോട്ട് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പിത്തലാമിയൻ എന്ന് പറഞ്ഞത് ഒരു ഓഡാണ്. ഈ ഓഡ് എഴുതിയത് ആരാണ്? എഡ്മണ്ട് സ്പെൻസർ ആണ്. ഇദ്ദേഹം തന്റെ വധുവായ എലിസബത്ത് ബോയിൽ, എലിസബത്ത് ബോയിലും എഡ്മണ്ട് സ്പെൻസറും തമ്മിൽ വിവാഹിതരാകുന്ന ആ ഒരു മാരേജ് സെലിബ്രേഷനോട് അനുബന്ധിച്ചിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ ഓഡ് എഴുതുന്നത്. മനസ്സിലായല്ലോ? ഈ ഓഡ് ഇദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്യുന്നതും ആർക്ക് വേണ്ടിയിട്ടാണ്? തന്റെ പ്രിയതമയായ എലിസബത്ത് ബോയിലിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, ഈ എപ്പിത്തലാമിയൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നോക്കുന്നത് ഒരു മാരേജ് ഹൈമൻ അഥവാ വെഡിങ് സോങ്. ഓക്കെ, വെഡിങ് സോങ് എന്നുള്ള ഒരു അർത്ഥമാണ് എപ്പിത്തലാമിയൻ എന്ന് പറഞ്ഞ വേർഡില് ഉള്ളത്. മനസ്സിലായല്ലോ? നമുക്കിനി പോയത്തിലോട്ട് വരാം. ഈ പോയം ആരംഭിക്കുന്നത് തന്നെ കുറച്ച് ക്ലാസിക്കൽ ട്രഡീഷൻസ്, മനസ്സിലായി, കുറച്ച് ക്ലാസിക്കൽ ട്രഡീഷൻസും അതിനെ തുടർന്ന് തന്നെ മ്യൂസസ്. എന്താണ് ഈ മ്യൂസസ്? ദേവതമാർ. ആരാ? ദേവതമാരെ പുകഴ്ത്തിക്കൊണ്ടും അല്ലെങ്കിൽ അവരെ ഒന്ന് വണങ്ങിക്കൊണ്ടുമൊക്കെയാണ് ഈ ഒരു പോയം എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. ഈ പോയത്തിന്റെ ആദ്യ വരികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദി ബ്രൈഡ്. ആരാ? പുതുപ്പെണ്ണ് അല്ലെ, കല്യാണപ്പെണ്ണ്. ആരാവിടെ? പുതുപ്പെണ്ണ് ആരാവിടെ? എലിസബത്ത് ബോയിലാണ് അല്ലെ. സോ എലിസബത്ത് ബോയിൽ എന്താണ്? ഉറങ്ങാണ്ടിരിക്കുകയാണ്. എന്താ? ഷി വാസ് അസ്ലീപ്. അവൾ എന്ത് ചെയ്തിട്ടില്ല? ഉറങ്ങാണ്ടിരിക്കുകയാണ് ഈ പോയത്തിന്റെ തുടക്കത്തിൽ. മാത്രമല്ല ആദ്യത്തെ കുറച്ച് വരികൾ എന്ത് ഡെപിക്റ്റ് ചെയ്യുന്നുണ്ട്? ഈ ബ്രൈഡ് ഉറങ്ങാതെ എണിച്ചു വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? തന്റെ വെഡിങ് അല്ലെ, തന്റെ കല്യാണത്തിനായി എന്ത് ചെയ്യുകയാണ്? എലിസബത്ത് ബോയിൽ നടക്കുകയാണ്, ഇങ്ങനെ കല്യാണത്തിന് വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്, ആ ഒരു ഹാളിലേക്ക് എൻറ്റർ ചെയ്യുകയാണ് എന്നുള്ളതായിരുന്നു ആദ്യത്തെ കുറച്ച് വരികൾ നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ അറിയുന്നു ഇത് ബ്രൈഡിന്റെ എന്താണ്? വെറും ഒരു സ്വപ്നമാണ് അല്ലെ. എലിസബത്ത് ബോയിലിന്റെ സ്വപ്നമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. മനസ്സിലായില്ല? അങ്ങനെ എലിസബത്ത് ബോയിൽ എന്ത് ചെയ്യുകയാണ്? താൻ തന്റെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വരികയാണ്. എഴുന്നേറ്റ് വന്നതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യുകയാണ്? അവൾ തന്റെ വെഡിങ്, തന്റെ കല്യാണത്തിന് വേണ്ടി താൻ എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്? ഒരുങ്ങാൻ തുടങ്ങുകയാണ്. മനസ്സിലായല്ലോ? ഇത്തരത്തിൽ ആദ്യ പകുതി ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ആ പോയത്തിന്റെ ആദ്യം കാണാൻ പറ്റുന്നത്. മാത്രമല്ല ആദ്യ പകുതിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ? അതായത് ദൈവങ്ങളെ ഒരുപാട് അഡ്രസ് ചെയ്യുക ചെയ്യുന്നു. ഓക്കെ, ദൈവങ്ങളെ ഒരുപാട് റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റാൻസുകളും മാത്രമല്ല അതിനെ അനുബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് സൂപ്പർ നാച്ചുറൽ ബീയിങ്സിനെ എല്ലാം തന്നെ എന്ത് ചെയ്യുകയാണ്? അവരോടൊക്കെ പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ അവരെയൊക്കെ റെപ്രസെന്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് സ്പെൻസർ എന്ത് വിശദീകരിക്കുകയാണ്? തന്റെ ബ്രൈഡായ എലിസബത്ത് ബോയിലിനെ എന്ത് ചെയ്യുകയാണ്? ഒരുങ്ങാൻ വേണ്ടി സഹായിക്കൂ എന്നുള്ള തരത്തിൽ എന്ത് കൊണ്ടുപോവുകയാണ്? ഈ ഒരു പോയത്തിന്റെ ആദ്യ പകുതി അത്തരത്തിൽ എഡ്മണ്ട് സ്പെൻസർ തിട്ടപ്പെടുത്തി എടുക്കുകയാണ്. പിന്നീട് ഈ പോയം ഡെപിക്റ്റ് ചെയ്യുന്നത് എല്ലാ ഗ്രീക്ക് ഗോഡ്സ്, അതായത് ഗ്രീക്ക് ദേവതമാരെയും ഗ്രീക്ക് ദേവന്മാരെയും എല്ലാവരെയും, അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ച ഒരുപാട് സൂപ്പർ
നാച്ചുറൽ ബീയിങ്സിനോടൊക്കെ എന്ത് ചെയ്യുകയാണ്, പറയുകയാണ്, തന്റെ വധുവിനെ അൽത്താരയിലോട്ട് അണിയിച്ചൊരുക്കി കൊണ്ടുവരാൻ ആരാവശ്യപ്പെടുകയാണ്, എഡ്മണ്ട് സ്പെൻസർ ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എഡ്മണ്ട് സ്പെൻസറിന് ക്രിസ്ത്യൻ ബിലീഫ്സിനും അതേപോലെ തന്നെ ഗ്രീക്ക് ബിലീഫ്സിനോടൊക്കെയുള്ള ആ ഒരു താല്പര്യമാണ് നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെ ആഫ്റ്റർ ദി വെഡിങ് സെറമണിക്ക് ശേഷം ദൈവങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഈ നവവധുവിനെ ഒരുക്കാൻ വേണ്ടി കൊണ്ടുപോവുക, അല്ലെ, ഗ്രൂമിങ്ങിന് വേണ്ടി ഈ നവവധുവിനെ ദൈവങ്ങൾ കൊണ്ടുപോവുകയാണ്. ആ ദിവസം മുഴുവനും ഇവർക്ക് അനുഭവിക്കാൻ സാധിച്ചത് എന്താണ്, ജോയ്ഫുൾ ഡേ ആണ്, അല്ലെ, ഭയങ്കര സന്തോഷമുള്ള അല്ലെങ്കിൽ ഒരു ഫെസ്റ്റീവ് മൂഡ്, അല്ലെ, ഒരു ആഘോഷരാവ് അല്ലെങ്കിൽ ആഘോഷമാക്കിയ ഒരു ദിവസം, അത്തരത്തിലുള്ള ഒരു മൂഡായിരുന്നു ആ ഒരു ദിവസം മുഴുവനും എല്ലാവർക്കും, എഡ്മണ്ട് സ്പെൻസറിനും അതേപോലെ തന്നെ എലിസബത്ത് ബോയിലിനും അനുഭവിക്കാൻ സാധിച്ചത്. മാത്രമല്ല പെട്ടെന്ന് തന്നെ ദി ബ്രൈഡ്, അല്ലെ, വധു എന്ത് വിഷ് ചെയ്യുകയാണ്, അവിടെ വധു വിഷ് ചെയ്യുകയാണ്, എത്രയും പെട്ടെന്ന് ആ രാത്രി എത്തിച്ചേരട്ടെ, അല്ലെ, ആ രാത്രി എത്തിച്ചേരട്ടെ. അതാവുമ്പോ എന്താ, തങ്ങൾക്ക് സ്വന്തമാകുന്ന, തങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്ന ആ രാത്രി എത്തിച്ചേരട്ടെ എന്ന് കഠിനമായിട്ട് തന്നെ ബ്രൈഡ് വിഷ് ചെയ്യുകയാണ്. അതിനെ തുടർന്ന് തന്നെ ഫൈനലി ദി നൈറ്റ് ഹാസ് അറൈവ്ഡ്. അങ്ങനെ അവസാനം ആ രാത്രി എന്ത് ചെയ്യുകയാണ്, ആ രാത്രി തങ്ങളുടെ ഇടയിലോട്ട് കടന്നു വരികയാണ്, അല്ലെ. അങ്ങനെ അവസാനം എന്ത് ചെയ്യുകയാണ്, ഈ പോയറ്റ് പ്രേ ചെയ്യുകയാണ്, അല്ലെ, പ്രാർത്ഥിക്കുകയാണ്. ആരോട്, എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, തങ്ങളുടെ കല്യാണം അല്ലെങ്കിൽ തങ്ങളുടെ ആ ഒരു കല്യാണം ഭംഗിയാക്കാനും അതേപോലെ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതമെല്ലാം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് എഡ്മണ്ട് സ്പെൻസർ പോയറ്റ് എന്ത് ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ പോയം തുടങ്ങുന്നതും അവസാനിക്കുന്നതും. മനസ്സിലായല്ലോ? ഇതിന്റെ ഒരു തീം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എപ്പിത്തലാമിയന്റെ ഒരു എപ്പിത്തലാമി എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇസ് എ വെഡിങ് സോങ്, അല്ലെ. സോ ഇതിന്റെ ഒരു തീം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് എഡ്മണ്ട് സ്പെൻസറും അതുപോലെ തന്നെ എലിസബത്ത് ബോയിലും തമ്മിലുള്ള വിവാഹം അല്ലെങ്കിൽ ആ വിവാഹ ചടങ്ങുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇദ്ദേഹം എഡ്മണ്ട് സ്പെൻസർ തന്റെ വധുവായ എലിസബത്ത് ബോയിലിന്റെ ബ്യൂട്ടി, എലിസബത്ത് ബോയിലിന്റെ ഭംഗി, അതായത് ഔട്ടർ ബ്യൂട്ടിയും അതേപോലെ തന്നെ ഇന്നർ ബ്യൂട്ടിയും എഡ്മണ്ട് സ്പെൻസർ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ ഭയങ്കര വിശദീകരിക്കുന്നുണ്ട്, അല്ലെ, ഭയങ്കര അങ്ങോട്ട് പുകഴ്ത്തുന്നുണ്ട്. എലിസബത്ത് ബോയിലിന്റെ ഇന്നർ ബ്യൂട്ടി ഔട്ടർ ബ്യൂട്ടി ഒക്കെ പുകഴ്ത്തി പാടുന്നുണ്ട്. ആരെവിടെ, എഡ്മണ്ട് സ്പെൻസർ. മാത്രമല്ല ഇതിലോട്ട് ഗ്രീക്ക് മിത്തോളജിയും അതേപോലെ തന്നെ ക്രിസ്ത്യൻ മിത്തോളജി, ക്രിസ്ത്യൻ ബിലീഫ്സ് എല്ലാം തന്നെ കടന്നു വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിപ്പോ ഈ പോയത്തിൽ എന്ത് ചെയ്യാൻ ഇത് കാണാൻ സാധിച്ചു. മാത്രമല്ല ഈ പോയം എന്ന് പറയുന്നത് എഡ്മണ്ട് സ്പെൻസർ തന്റെ വധുവായ അല്ലെങ്കിൽ നിലവിൽ തന്റെ ഭാര്യയായ എലിസബത്ത് ബോയിലിന് എന്ത് ചെയ്യുകയാണ്, സമ്മാനിച്ച ഒരു പോയം കൂടിയാണ് ഏത്, എപ്പിത്തലാമിയൻ. മനസ്സിലായല്ലോ? ഈ ഒരു കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മേജർ പോയറ്റിക് ഡിവൈസസ് അലൂഷൻസും മാത്രമല്ല അൺകൺവെൻഷണൽ മോട്ടീവ്സ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പോയത്തിൽ ഇവയൊന്നും കൂടാതെ ഒരുപാട് സിമ്പിൾസും അതേപോലെ തന്നെ ഇമാജറി എലമെന്റ്സും എല്ലാം കാണാൻ സാധിക്കും. ഇമാജറി എലമെന്റ്സ് ഒക്കെ എവിടെയാ വരുന്നത്, ക്രിസ്ത്യൻ ആൻഡ് ഗ്രീക്ക് മിത്തോളജീസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇമാജറി ആവശ്യം വരും, അല്ലെ. സോ അതേപോലെ തന്നെ ഇമാജറിയും സിംബോൾസ് എല്ലാം തന്നെ ഈ കവിതയിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഈ കവിതയ്ക്ക് അതായത് ഈ ഓഡിന് 24 സ്റ്റാൻസാസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ആൻഡ് ഈച്ച് സ്റ്റാൻസ ഹാസ് എ റിഫ്രെയിൻ. എന്താണ് ഈ റിഫ്രെയിൻ എന്ന് പറയുന്നത്? അതായത് റിപ്പീറ്റഡ് ലൈൻ. റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പീറ്റഡ് ലൈൻ. ഓക്കെ, റിപ്പീറ്റഡ് ലൈൻ ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. മാത്രമല്ല മെറ്റഫേഴ്സും ഒരുപാടധികം മെറ്റഫേഴ്സും കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നോക്കാം. ഈ ഒരു കവിതയിൽ ഒരുപാട് സിമിലാരിറ്റി, അത് ഐറിഷ് കൺട്രി സൈഡ്, അത് ഐറിഷ് എന്ന് പറഞ്ഞാൽ എന്താ, അയർലാൻഡ്, അല്ലെ. സോ അയർലാൻഡിന്റെ കൺട്രി സൈഡുമായിട്ടുള്ള ഒരുപാട് ആ ഒരു സിമിലാരിറ്റി നമുക്ക് ഈ പോയം അല്ലെങ്കിൽ നമുക്ക് ഈ ഓടുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഈ അയർലാൻഡിൽ വെച്ച് തന്നെയാണ് സ്പെൻസറിന്റെയും എലിസബത്ത് ബോയിലിന്റെയും വിവാഹം നടക്കുന്നത്, അല്ലെ. ആ
അവരുടെ ഡീപ്പ് ലവ് അല്ലെ, അവരുടെ ഭയങ്കര ആഴമേറിയ തീവ്രമേറിയ ലവ് അല്ലെ, അവരുടെ ലവ് ഫോർ ദി അയർലാൻഡ് അല്ലെ, അയർലാൻഡിനോടുള്ള എഡ്മണ്ട് സ്പെൻസറിലെ തീവ്രമായ പ്രണയം നമുക്ക് ഈ ഒരു പോയത്തിൽ വളരെ നന്നായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം. ഈ ഒരു എപ്പിത്തലാമിയൻ എന്ന് പറഞ്ഞ പോയത്തിന്റെ ക്രിട്ടിക്കൽ അനലൈസേഷൻ എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാലേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ, സോ ഇതാണ് ആക്ച്വലി എപ്പിത്തലാമിയൻ എന്താണ്, ഒരു വെഡിങ് സോങ് ആണ്. ആര് തമ്മിലുള്ള വെഡിങ്? എലിസബത്ത് ബോയിലും എഡ്മണ്ട് സ്പെൻസറും തമ്മിലുള്ള വെഡിങ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. നന്നായി ഒന്ന് വായിച്ചു നോക്കിയാൽ കുറെ കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ബൈ ബൈ.